സ്വർണം കെട്ടവൻ ആരപ്പ പാട്ടൊക്കെ പാടി ആഘോഷമാക്കിയ നമ്മുടെ കേരളത്തില് ഇപ്പൊ റീസെന്റ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ CPM-കാർക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പോ 12 കോടിയുടെ BJP-യുടെ ഒരു തട്ടിപ്പ് കേസുകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപാട് അയോധ്യ തട്ടിപ്പും കാര്യങ്ങളും എല്ലാം വന്നതിന് പിന്നാലെ ഇപ്പോ അഞ്ജന എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി 1.5 കോടിയുടെ പേരിൽ ഫ്രീ ആയിട്ട് കിട്ട കോടിയുടെ പേരിൽ അടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. ഇതിലിപ്പോ വലിയ അത്ഭുതത്തിനൊന്നും അവസ്ഥ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പണം ഇല്ലീഗലായിട്ട്, അതായത് നിയമപരമല്ലാതെ വരുന്നു, അത് അടിച്ചു മാറ്റിയ കുഴപ്പമില്ലെന്ന് വഴി കൊടകരയിൽ ഒരു കൊട്ടേഷൻ സംഘത്തിന് ഏർപ്പാടാക്കി സ്വന്തം പണം അടിച്ചു മാറ്റിയവരാണ്. അപ്പം പിന്നെ സ്വന്തം കാശ് അടിച്ചു മാറ്റിയവരാണ്. അപ്പം പിന്നെ ഇതൊക്കെ ഇതൊക്കെ നിസാര കേസ്. കൊടകര കുഴൽപ്പട കേസ് ഇത് തന്നെയല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആരാന്നറിയാമോ? മറ്റേ സുജയും അരുണും ഒക്കെ കൂടിയുള്ള ചർച്ചയാണ് എനിക്ക് ഓർമ്മയില്ല. കൊടകര എന്ന് പറഞ്ഞ് ചർച്ചയുണ്ട് മീറ്റ് ദ ഡീറ്റെയിൽസിൽ. അപ്പൊ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ആ കൊടകര കേസൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഇത് നിസാരം. പിന്നെ ഇതിൽ ആകെയുള്ള എനിക്കുള്ള അത്ഭുതം താങ്കൾ പറഞ്ഞതാണ്. അതെന്താണെന്നറിയാമോ? കൊടിയും ചിഹ്നവും ഒക്കെ അലോട്ട് ചെയ്തിട്ട് ഈ കൊടി ഫ്രീ ആയിട്ട് അടിച്ച് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്. ആ കൊടി കാശ് മേടിച്ചിട്ടുണ്ട്. ഏത് കമ്മിറ്റികളുടെ അതായത് ജില്ലാ കമ്മിറ്റി, താഴെയുള്ള കമ്മിറ്റി, മേഖലാ കമ്മിറ്റി താഴെയുള്ള കമ്മിറ്റി. ഒന്നും ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ അത്രയും അതപ്പതിച്ച് വരും. ഇനി ഇത് ഈ പാവം പിടിച്ച അഞ്ജനയുടെ പുറത്തൊന്നും ചാരേണ്ട കാര്യമില്ല. താങ്കൾ മനസ്സിലായിക്കോ. ഇപ്പൊ ഇനി അടുത്ത ദിവസം വരൂത്. ഈ അഞ്ജന രഞ്ജിത്തിനെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ചില ആളുകൾ വെച്ചതാണ്. വെച്ച ആളുകളുടെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പരിചയമുണ്ട്. പക്ഷെ കൂട്ടുകാരാണെങ്കിൽ കാശൊന്നും തന്നിട്ടില്ല. അപ്പൊ പരിചയമുണ്ട്. പക്ഷെ പരിചയമുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഈ വെച്ചേക്കണ അഞ്ജന രഞ്ജിത്ത് ഒന്നും വിചാരിച്ച് 12 കോടി പറ്റിക്കാൻ പറ്റില്ല. ഇത് ചെയ്യണമെങ്കിൽ താങ്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു കൊടി, അപ്പൊ അതായത് താങ്കൾ ഒരു കമ്പനിയുടെ മാനേജറായിട്ടിരിക്കുന്നത്, അതായത് താങ്കളുടെ കമ്പനി ഫ്രീ ആയിട്ട് താഴേക്ക് വരുമ്പോൾ താങ്കൾ ആ കമ്പനിയുടെ ബ്രാഞ്ചുകളിലേക്ക് ഈ സാധനം കാശ് മേടിച്ച് കൊടുക്കണമെങ്കിൽ താങ്കളുടെ പുറകിൽ ആളുണ്ടാവും. അല്ലാതെ അത്രയും കാഞ്ഞ ബുദ്ധിയൊന്നും ഈ പാവം അഞ്ജന രഞ്ജിത്തിനില്ല. അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചേക്കണെന്ന് വെച്ചാൽ ഇതിന്റെ പുറകിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു നേതാവുണ്ട്. ആ നേതാവ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം സമ്പന്നനായതിൽ എനിക്ക് സന്തോഷം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഭാഗത്ത് ഒരു വലിയ എമൗണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ താങ്കൾ പറഞ്ഞ കൊടിയുടെ കേസിൽ 1.5. ഇനി അവിടെയുള്ള ചില നേതാക്കന്മാരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് നമുക്ക് കൊതിയായിട്ട് വയ്യ. കാരണം അതറിയാമോ, അവിടെ ഈ ഒരാള് മറ്റേ 40 ലക്ഷം രൂപയുടെ ലോൺ അപ്പം തന്നെ തിരിച്ചടച്ച് ഈ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞോടുകൂടി അയാൾ 40 ലക്ഷം രൂപയുടെ ലോൺ തിരിച്ചടച്ചു. വേറൊരാള് 54 ലക്ഷം രൂപയുടെ ലോൺ തിരിച്ചടച്ചു. എന്നാൽ ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ മറ്റേ ബാധ്യതകളൊക്കെ തീർത്ത് സമാധാനത്തിൽ ആയി എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് 2029 വരുമ്പോൾ എന്തായിരിക്കും എന്ന് വിചാരിക്കണം. വേറൊരാള് 17 ലക്ഷം രൂപയുടെ കാറ് പുതിയത് മേടിച്ചത് 1 ലക്ഷം ഒരു മാസം. ഇനി ഇത് കൂടാതെ ഇതിലെ ഏറ്റവും വലിയ കൊള്ളാടത്തേക്കണ എവിടെയെന്ന് അറിയാം? അത് ഈ യൂട്യൂബർമാരാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ യൂട്യൂബർമാർ സിനിമയിലേക്ക് നമ്മൾ വന്നോട്ടാ. ഇതിൽ സിനിമയായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്, അതിലേക്ക് പറ്റും. സിനിമാ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള AMMയുടെ കമ്മിറ്റിയും മറ്റേ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്. ഇതിൽ ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നതിന് മറ്റേ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നതിനൊക്കെ പണം കൊടുക്കൂല. ആ പണം കൊടുക്കുന്നതിനൊക്കെ 50,000 രൂപ നിങ്ങൾക്ക് തന്നിട്ട് എന്ന് പറഞ്ഞാൽ 50,000 രൂപ കിട്ടിയാൽ നിങ്ങൾ സന്തോഷത്തിലാവും. അപ്പൊ 50,000 രൂപ അവിടെ 5 ലക്ഷം എഴുതി വെച്ചേക്കണം. ഏത് 50,000 തന്നിട്ട് 1 ലക്ഷമല്ല, 50,000 തന്നിട്ട് 5 ലക്ഷം എഴുതി വെച്ചേക്കണം. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ നിന്ന് പോയേക്കണത്. ഇത് ആരെ കണ്ടെത്തിയെന്നറിയാമോ? ഈ BJPയുടെ തന്നെ കേന്ദ്ര നേതൃത്വം നടത്തിയ ഇന്റേണൽ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലാണ്, അതുപോലെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. സത്യത്തിൽ അവരുടെ ഭാഗത്താണ് തെറ്റ്. ഇത് പരിശോധന നടത്താൻ പാടില്ല. ഇതൊക്കെ കൈയിട്ട് വരുക എന്നുള്ളതല്ലാതെ പിന്നെ എന്ത് ചെയ്യുക? എഴുത കൊണ്ടിട്ട് പോവുക. പിന്നെ അവിടെ ഇരിക്കുന്ന ഇപ്പൊ പ്രബലനായിട്ടുള്ള നേതാവിനൊക്കെ അറിയാം. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അവിടെ ഏറ്റവും പ്രബലനായിട്ടുള്ള നേതാവ് ആ ഓഫീസിൽ ആരാണെന്ന് ചോദിച്ചാൽ ആ പുള്ളിയാണ്. അപ്പൊ ആ പുള്ളിയെ സംബന്ധിച്ചും അറിയാം ഇത് എത്ര കാലം ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. കിട്ടുമ്പോഴെന്ത് ചെയ്യുക? ശരിയാക്കാം, കൈയിട്ട് വരിക. പണ്ട് S കുമാർ എന്ന് പറഞ്ഞ നേതാവുണ്ട്. ആ നേതാവ് അവിടുത്തെ ഉള്ള വേറൊരു നേതാവിനെ കുറിച്ച് വലിയ ആരോപണം ഉന്നയിച്ചല്ലോ. S സുരേഷിനെ കുറിച്ച് വലിയ ആരോപണം ഉന്നയിച്ചു. എന്താണ് ഉന്നയിച്ചത്? S സുരേഷ് മറ്റേ പ്രബലനായിപ്പോയി, ഇപ്പൊ അദ്ദേഹത്തെ കാണാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം ഉന്നയിച്ചു. ഈ S സുരേഷിന്റെ വലിയ അവരാണ് ഈ പറയുന്ന നമ്മുടെ അഞ്ജന എന്ന് പറയുന്ന ആളെ അവിടെ വെച്ചേക്കണെന്നാണ് ആരോപണമുള്ളത്. അഞ്ജന ചെറിയ മീനാണ്. പിന്നെ ഇതൊന്നും അല്ലട്ട കഥ. ഇതിനി വരാണ്ട് ഇനി അടുത്തത്
ഈ പറയുന്ന മറ്റേ മറ്റേ അവിടെ നിന്നൊക്കെ ആളുകൾ വന്നല്ലോ, പുറത്തുനിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിച്ചല്ലോ, കുറെ പേര് പ്രചരണത്തിന് വന്നല്ലോ. ഹോട്ടൽ ബില്ലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. 8,000-9,000 ഹോട്ടലിലാണ് അവർ താമസിച്ചേക്കണം. പക്ഷെ അവര് ബോംബെ നിന്നും ഡൽഹി നിന്നൊക്കെ തന്നെയുള്ള അവിടേക്ക് എന്തായാലും ഇതിനേക്കാൾ കൂടുതൽ റേറ്റ് ആണല്ലോ. അപ്പൊ 40,000 രൂപ എഴുതിയേക്കും. അല്ല ഇത് പിന്നെ ഇതിൽ ദുഃഖിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം അല്ല അതുകൊണ്ടല്ലത് ഇത് ദുഃഖിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഈ പണം ഇവിടെ നിന്ന് വന്നു. 6,000 കോടി രൂപയിലധികം കിട്ടിയതാരാണ്? ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇന്ന് മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ MEL എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ന് അവർ 1,200 കോടി കൊടുത്തേക്കണം. ഈ സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ നാട്ടിനെ കൊള്ളയടിക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ എന്ത് ചെയ്താണ് പണം കൊടുത്തേക്കണേണ്. അപ്പൊ എന്താണെങ്കിലും പിന്നെ ഇപ്പൊ BJP-ക്കാർ അറിഞ്ഞവർക്കെല്ലാം പണം കൊടുക്കൂല. അപ്പൊ ഞങ്ങളെടുത്ത് നമ്മുടെ പാർട്ടി നമ്മൾ എടുക്കണം, സന്തോഷിക്കണം. ഇല്ല പണ്ടൊരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു, അതായത് കോർപ്പറേഷനിലെ ചീഫ് എഞ്ചിനീയറെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വെറും വൃത്തിയിട്ടവനാണ് ഒരു കോൺട്രാക്ടർ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ ദൈവം ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ ചാൻസ് കൊടുക്കുന്ന പുള്ളിയാണ്. അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താന്ന് ചോദിച്ചു, ദൈവം ചാൻസ് കൊടുക്കും, പക്ഷെ ആ സമയത്ത് നമ്മൾ നന്നായില്ലെങ്കിൽ പിന്നെ ദൈവത്തിനെ കുറ്റപ്പെട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പറയണത് 3 കൊല്ലത്തേക്ക് ചീഫ് എഞ്ചിനീയർ ആയിട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏത് അഴിമതി നടത്തി കഴിഞ്ഞു പറഞ്ഞു, അതായത് ദൈവം അഴിമതി നടത്താനുള്ള പെർമിഷൻ കൂടി കൊടുത്ത് വിട്ടേക്കണേന്ന് പുള്ളി പറഞ്ഞു. എന്നിട്ട് ഇവൻ ഇവിടെ വന്നിരുന്ന് ഈ പുള്ളി അഴിമതി നടത്താതെ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളെ ശരിക്കും പറഞ്ഞ പൂര ചീത്തയാണ്, പൊട്ടനൊന്നും അല്ല പറഞ്ഞത് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇടേണ്ടി വരും, നമ്മൾ ഇടേണ്ടി വരും. അത് ബീപ്പിടേണ്ടി വരും. ബീപ്പിടാൻ പറ്റാത്തതുകൊണ്ടേ പറയാത്ത അതേപോലെ പറഞ്ഞു. ഇത് ആത്മാർത്ഥമായിട്ട് അയാൾ പറഞ്ഞു. അയാളൊക്കെ ശരിക്കും ഭയങ്കര ഭക്തനാണ്. അയാൾ വിചാരിക്കുന്നത് ദൈവം തരുന്ന അവസരമാണെന്നാണ്. എന്ത് പുള്ളിയൊക്കെയാണ് ഇവിടെ പാലം റോഡും ഒക്കെ പണിതുകൊണ്ടിരുന്നത്. പിന്നെ ഈ രാമക്ഷേത്രത്തിൽ കൈയിട്ട് വരും ഇങ്ങോട്ട് എല്ലാത്തിനും നമുക്ക് ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്താണ് പിന്നെ 1,500 കോടി രൂപ ഇവിടെ രാമക്ഷേത്രം കൊള്ളയടിച്ചു. ഇന്നിപ്പോ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചെറിയൊരു അമ്പലമെങ്കിലും പണിത് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഈ പാർട്ടി ഫണ്ടിൽ കൈയിട്ട് വരില്ലായിരുന്നു. അപ്പൊ അതുപോലെ കൈയിട്ട് വാരിയേക്കണം. ഇനി ഇതിന്റെയൊക്കെ അടുത്ത ഘട്ടം നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടാതെ വേറെ കുറെ ഘട്ടങ്ങളുണ്ട്. ഇനി വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോ അത്ഭുതമോ ഞെട്ടലോ കാണിക്കുന്ന മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, BJP-യിൽ എങ്ങനെ സ്ഥാനാർത്ഥിയാവണത്? BJP സ്ഥാനാർത്ഥിയാവണത് എന്തിനു വേണ്ടി? ജയിക്കാൻ പറ്റൂല, 100% ഉറപ്പാണ്. പിന്നെ എന്തിനാ സ്ഥാനാർത്ഥിയാവണം? അത് ഈ താരങ്ങളൊക്കെ തന്നെ ഇറങ്ങിയപ്പോ തോന്നിയൊരു താരങ്ങൾ അവിടെ വെക്കട്ടെ, താരങ്ങളിലേക്ക് ഞാൻ വരാം. സ്ഥാനാർത്ഥി ആവണം, ആ താരങ്ങൾ കുറച്ചുകൂടി ഡീസൻ്റ് ആണ്. അത് വേറെ കാര്യം ഞാൻ പറയാനുണ്ട്. ഈ സ്ഥാനാർത്ഥിയാണ് എന്താ, സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ ഒരു പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ ഒരു 3 കോടി രൂപയെങ്കിലും 5 കോടി രൂപ ഫണ്ട് കിട്ടും. ഫണ്ട് കിട്ടുന്നതിൽ 1 കോടി 1.5 കോടി രൂപ സ്വന്തമായിട്ട് മാറ്റിവെക്കാം. അല്ലാതെ തിരഞ്ഞെടുപ്പ് ജയിക്കൂലെന്ന് എല്ലാവർക്കും അറിയാം. മറ്റതിലാണെങ്കിൽ 50 ലക്ഷം രൂപ മാറ്റിവെക്കുക നിയമസഭയിൽ. പഞ്ചായത്തിലാണെങ്കിൽ ഒരു 1-2 ലക്ഷം രൂപ ഏത് സ്ഥാനമാണെന്നനുസരിച്ച് മാറ്റിവെക്കാൻ പറ്റും. അല്ലാതെ ഇതിന് മത്സരിക്കാൻ എന്തുള്ളത്? അതല്ലേ കൊടകരയിലൊക്കെ മറ്റേ പുള്ളി പറഞ്ഞിട്ടില്ലേ, ആ ചാക്കിന് പണം വന്നിരിക്കണേരുത്, ഏത് മറ്റേ സാമഗ്രികളാണെന്ന് പറഞ്ഞുകൊണ്ടില്ലേ, ഏത് ഇലക്ഷൻ പ്രചരണ സാമഗ്രികൾ. അപ്പൊ ഇത് കൊണ്ടുവന്നിരുന്ന ഇതിന്റെ ചെറിയ ഇനി അടുത്തൊരു വലിയ ഭാഗം കൂടി പറയാം. ആ ഭാഗം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 വഴി കുറെ സ്ഥാനാർത്ഥികൾ എത്തി. ആ സ്ഥാനാർത്ഥികളൊക്കെ ഡീസൻ്റാണ്. കാരണം എന്താണെന്നറിയാമോ, അവര് രാഷ്ട്രീയത്തോടുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയതാണെന്നൊന്നും പറഞ്ഞില്ല. ഒരു ഉദ്ഘാടനം പോലെ ഒരു ഇലക്ഷൻ, ആ ഉദ്ഘാടനം പോലൊരു ഇലക്ഷൻ. ശരിക്കും ചില ആളുകൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ അയറ്റ് കൊടുത്ത ആളുകളോടും ഈ ഇലക്ഷനിലൊക്കെ വോട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമൊന്നും അറിയാൻ പാടില്ല, ഇല്ലെങ്കിൽ എത്ര ലക്ഷം പോയിരുന്നു. ഏത് വോട്ടില്ലാത്തതുകൊണ്ട് മാത്രം ബാക്കി കിട്ടിയില്ല. ഇതില് ഈ പറയുന്ന 2 കോടി രൂപയുടെ ആരോപണം ഉണ്ടല്ലോ, അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞേക്കണൊക്കെ തെറ്റുപറ്റിയത് 2 അല്ല. അപ്പൊ അത് ആദ്യത്തേത് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ AMMയിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതേമാതിരി 2 കോടി മേടിച്ചു എന്ന് പറഞ്ഞ ആരോപണം. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പല ആരോപണങ്ങളുണ്ട്. ഇനി അതിന്റെ പുറകിലൊരു ദല്ലാളും ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഏറ്റവും വലിയ പറ്റുപറ്റിയക്കാർക്കറിയാം, ഈ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരില്ലേ, അവരൊക്കെ കിട്ടാന്ന് പറഞ്ഞ കാശുണ്ടായിരുന്നു, അത് മുഴുവൻ കിട്ടിയുമില്ല. കാരണം ഇത് ഇടക്ക് നിൽക്കുന്ന ആളുകൾ ഇത് മുഴുവൻ അടിച്ചു മാറ്റി. അതും ഇതുപോലെ വലിയ, അതായത് സാബു ജേക്കബും ഈ പറയുന്ന ഇവരുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു നേതാവാണ് ഇത് സജസ്റ്റ് ചെയ്തേക്കണം. വരൂ നമുക്ക് AMMയിലേക്ക് പോകാം, ബിഗ് ബോസിലേക്ക് പോകാം, കുറച്ചു പേരെ വാരാം എന്ന് ചെയ്തു. അല്ല തീർച്ചയായിട്ടും ഞാനും വിചാരിച്ചൊരു കാര്യമാണ്, ഈ മര്യാദക്ക് സിനിമയിലൊക്കെ അഭിനയിച്ച് നടക്കണവർ രാഷ്ട്രീയം എന്താന്ന് പോലും അറിയാത്ത അഞ്ജലി നായർ പോലുള്ളവരൊക്കെ ഇറങ്ങിയിട്ട് ഇതിൽ മത്സരിക്കുന്ന കണ്ടപ്പോൾ ഞാനും ആലോചിച്ചു എന്തിന്റെ കുഴപ്പമായിരുന്നു ഇവർക്ക് എന്നുള്ളത്. അഞ്ജലി നായരൊക്കെ ഈ ട്രോള് വാങ്ങി ഒരു ജന്മത്തിന് മൊത്തം വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തോറ്റ MLA, ഞങ്ങളുടെയൊക്കെ MLA ആണ്. ഞാൻ പറഞ്ഞായിരുന്നു തോറ്റ MLA പോയിട്ട് എന്ത് ചെയ്തു.
അല്ലെ? അല്ല, അത്തരത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തുമായിട്ട് എന്ത് ഇപ്പൊ ശോഭാ സുരേന്ദ്രനൊക്കെ മത്സരിക്കുന്നു, അതിനൊക്കെ അവര് അതിൽ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് ആ സ്ത്രീയൊക്കെ, പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഇത്തരത്തിൽ താരങ്ങളെ കൊണ്ട് നിർത്തുമ്പോൾ ഇതിന്റെ പുറകിലെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ചേതോ വികാരം എന്താന്ന് വെച്ചാൽ ഒരൊറ്റ വികാരമുള്ളൂ. ആ വികാരം എന്ന് പറയുന്നത് ഈ പണം കണ്ടിട്ട്. കാരണം ഇവരാകുമ്പോഴത്തേക്കും ഇപ്പൊ നാളെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശോഭാ സുരേന്ദ്രൻ നിർത്തി കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഫണ്ട് അടിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ നാളെ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തലവേദന വിളിച്ച് പറയും, മനസ്സിലായ? അതുകൊണ്ട് അത് തലവേദന. ഇപ്പൊ ഈ A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ഇവർ കൃത്യമായിട്ട് ഫണ്ട് കൊടുത്തു. കാരണം എന്താ, ഇപ്പൊ V മുരളീധരൻ മത്സരിക്കുന്നു, ഫണ്ട് ഇറക്കാതിരിക്കാൻ പറ്റുമോ? രാജീവ് ചന്ദ്രശേഖരനടുത്ത് ഫണ്ടിൽ എത്തിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഫണ്ട് കൊടുത്തു. ഈ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് ഒക്കെ പറയുന്ന മണ്ഡലങ്ങളിൽ ഫണ്ട് കൊടുക്കണ്ടേ? എങ്ങനെയുള്ളവരാണെങ്കിൽ ഇതുപോലെയുള്ളവരാണ്. കുറച്ച് കൊടുത്താൽ മതി, ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് സാപ്പിടാം. അപ്പൊ അതാണല്ലോ മുഖ്യം. അല്ലാതെ ഇത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ചീര മാത്രമേ അറിഞ്ഞു. വാഴ അപ്പുറത്ത് വാഴ വെറുതെ ഓടി. വാഴ ശരിക്കും പറഞ്ഞാൽ ട്രോളൊക്കെ കിട്ടി. വാഴ എല്ലാ പരിമിതി കിട്ടി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്ത് പറ്റി, വരെ ഈ മേലെ കാശ് മേടിച്ചു എന്നുള്ള ആരോപണം വരെ വന്നു. ആരോപണമൊന്നും ഒരിക്കലും തെളിയൂല, അതോർത്ത് മേടിക്കാനില്ല. കാരണം അതിന്റെ പുറകിൽ ഡീൽ ചെയ്തവരൊക്കെ ഗംഭീരമായിട്ടുള്ള ആളുകളാണ്. അവരിവിടെ ബോംബെയിലും ലോകം മുഴുവൻ കണക്ഷൻ ഉള്ളവരാണ്. അതുകൊണ്ട് ഫണ്ടൊക്കെ അവർ എന്ത് ചെയ്യും, വളരെ അല്ല അതൊക്കെ പറഞ്ഞു വെറുതെ അടുത്ത തലവേദന പിടിക്കാൻ പറയണല്ലോ. അല്ല, അതിലൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ കാര്യം ഇപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യും. ഈ RC ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ഒരു തീവ്ര ഹിന്ദുത്വ നേതാവാണ് ഇത്തരത്തിൽ അമ്മയിൽ പോയിട്ട് ആൾക്കാരെ എപ്പിച്ചു കൊടുത്തേന്ന് പറയുന്നുണ്ട്. RC ആയിട്ട് ബന്ധമുള്ള തീവ്ര ഹിന്ദുത്വ നേതാവിലേക്കുള്ള പോക്ക് പറയുന്നില്ലല്ലോ. അദ്ദേഹം നേരത്തെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഭരിക്കാൻ വേണ്ടി മറ്റേ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ മുതൽ വലിയ ബന്ധമുള്ള നേതാവാണ്. ആ അത്തരം ആളുകളുടെ പേരൊക്കെ ഞാൻ പറയാത്തത്, വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് പുറത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കേസായി കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ അങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം നമുക്കത് തെളിയിക്കാൻ പറ്റില്ല. തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തെളിയിക്കാം. പക്ഷെ നമ്മൾ അതിന്റെ പുറകെ ഇത് പണിയായിട്ട് എന്ത് ചെയ്യണം, നടക്കണം. തെളിയിക്കലൊക്കെ തെളിയിക്കുക, താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ നമ്മൾ നടക്കണം. നമുക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നും സത്യം പറഞ്ഞിരിക്കില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പൊ ഒരാളുകളെ നന്നാക്കലോ അതൊന്നും നമ്മുടെ കാര്യമല്ല. നമ്മളിപ്പോ ജനത്തോട് പറയുന്നു, ജനത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി. അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു, എങ്ങനെയാണെന്നേ ഈ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇന്നോവ കാറുകളിൽ വലിയ സൗകര്യങ്ങളിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒരു ജില്ലയിൽ ചിലപ്പോൾ ഇല്ലാത്ത സമയമുണ്ടായിരുന്നു. ആ സമയത്ത് പോലും എങ്ങനെയാണ് ഇവർ നടക്കുന്നത്? എങ്ങനെയാണ്? പിന്നെ ഒരു കാര്യം കൂടി താങ്കളോട് പറയാം. BJPക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? CPM അല്ലെങ്കിൽ കോൺഗ്രസോ UDF LDF ഒക്കെ മുടക്കുന്ന അത്രയും പണം തന്നെയാണ് BJP മുടക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു 100% ഉറപ്പുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് മത്സരിക്കുന്നു, ജയിക്കൂലെന്ന് 100% ഉറപ്പാണല്ലോ. പക്ഷെ എന്നാൽ അവരുടെ എത്ര ഇടിയാണ് സീറ്റ് കിട്ടാൻ. ഒരിക്കലും MLA MP ആകാനല്ല അത്. മനസ്സിലായോ? താങ്കൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കും. മലപ്പുറത്ത് പോലും ഇടിയാണ്, കോഴിക്കോട് ഇടിയാണ്. നല്ല കച്ചവടമാണല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാ ഇപ്പൊ ഞാനിതൊക്കെ പറയുമ്പോ എനിക്ക് വലിയ നഷ്ടമുണ്ടാവും. സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ പറയണമെന്ന് കൈകാടി ഞാനുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ ഇത് തുറന്നു പറഞ്ഞാൽ ഈ നമ്മുടെ പഴയൊരു വാചകമുണ്ട്, അത് പറയണ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഈ പൊട്ടൻ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ലോട്ടറി അടിച്ചവരാണ് കഴിഞ്ഞ ഒരുപാട് സ്ഥാനാർത്ഥികൾ. പാവങ്ങൾ അവര് നടന്ന് ട്രോളൊക്കെ ഏറ്റുവാങ്ങി അവർക്ക് ഉദ്ദേശിച്ചത്ര കാര്യങ്ങളൊന്നും നടന്ന് കിട്ടി. പക്ഷെ എങ്കിൽ പോലും അവർക്കറിയാത്തൊരു കാര്യം, ഇത് കിട്ടിയതിന്റെ 10% പോലും അവർക്ക് കയ്യിൽ കിട്ടിയില്ല. കുറെ പേര് നന്നായല്ലോ, അവർക്ക് പിന്നെ അല്ല സത്യം പറഞ്ഞാൽ പിന്നെ ഇതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ മറ്റേ അവിടെ അങ്ങനെ അടിച്ച് കാശാണ്. ഇത് 6200 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രം BJPയിലേക്ക് എത്തിയത്. ഏത് രേഖാമൂലം. അപ്പൊ രേഖയില്ലാതെ രേഖാമൂലം എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഈ ഫണ്ടിങ്ങിന്റെ ഒരു സോഴ്സ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഇലക്ഷൻ മനസ്സിലാത്ത എന്തെങ്കിലും ചോദിച്ചു പറയാൻ പറ്റുന്നതോട് ഞാൻ പറഞ്ഞു. സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇലക്ഷൻ ടൈമിൽ നമ്മള് ഇപ്പൊ RCയുടെ ഒക്കെ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ ഒരു വിങ് ഉണ്ടല്ലോ, അത്രയും നാളത്തേക്ക് ഒരു വിങ്ങിനെ വെക്കുന്നത് PR ടീം ഇത്രയും കാശ് മുടക്കി ഒരു ചെറിയ സ്റ്റാഫിന് പോലും 50 കുറഞ്ഞ സാലറി ഇല്ലാത്ത രീതിയിൽ വെക്കുന്നുണ്ടെങ്കിൽ എന്തിനിപ്പോ ഇവിടെ പോയ ആളുകളുണ്ടല്ലോ, എത്ര രൂപ ശമ്പളം ഉണ്ട്? 50 രൂപ 60 രൂപ. എന്റെ ഓഫീസിൽ നിന്ന് 4 പേര് വിട്ടുപോയി.
ഈ ഇലക്ഷൻ ആ തൊട്ട്. 3 മാസത്തേക്ക് അതായത് ഞാൻ വലിയ തുക കൊടുത്തോണ്ട് കൊടുത്തിട്ട്. ഞാൻ അന്നേരം നമ്മുടെ ഓഫീസിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ 3 ഇരട്ടി കാശ് അവർ കൊടുത്ത. അതെ, മനസ്സിലായി? അതെങ്ങനെ അവർക്ക് പിന്നെ സാധിക്കുന്നു ആ എന്നുള്ളത് സാധിക്കുന്നു എന്ന് പറഞ്ഞ ഇത് വലിയ തോതിൽ ഫണ്ട് സമാഹരിച്ചു വെച്ചേക്കണേണ്. 5 രൂപ കൊടുക്കേണ്ട കാര്യം ഇതിൽ ഇലക്ഷനിൽ വലിയൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് അറിയോ താങ്കൾക്ക്? 5000 രൂപ കൊടുത്ത് നടത്തേണ്ട കാര്യം അത് നമുക്ക് ഒരു പേശി 4500 രൂപക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അതെ. പിന്നെ എന്ത് ചെയ്യണം? അത് 5000-ന് വരെ ഇനി 10,000 കൊടുത്താലും നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവൻ ആ കാര്യം അപ്പൊ നടക്കണം. മനസ്സിലായി? അതിന് 500 രൂപ കൂടുതലായത് അവന് ലഭിക്കില്ല. പക്ഷേ ഈ 500 രൂപ ഒരിക്കലും മറ്റേ അവന് കിട്ടൂല, ചെയ്യണവന് കിട്ടൂല. എന്താണെന്ന് അറിയോ? ഇതിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാമുള്ളത് കേരളത്തിൽ ഇത് വളരെ ശോകമുഖമായ ബിസിനസ്സാണ്. കാരണം ഒരു പാർട്ടി 300-400 കോടി രൂപ മുടക്കുള്ളൂ. 400 കോടി രൂപ ഏത് ഒരു മണ്ഡലത്തിലേക്ക് വേണ്ടി 3-4-5 കോടി രൂപ മുടക്കുള്ളൂ. നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്കോ ബാക്കിയുള്ളിടത്തൊക്കെ ചെന്ന് എന്ത് ചെയ്യും? ഇതിന്റെ ഇരട്ടിയാണ്. കർണാടകത്തിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പാർലമെന്റ് ഇലക്ഷന് ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുന്നത് 70-80 കോടി രൂപയാണ്. ആ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് എട്ടിപ്പോയി, ആകെ 10-20 കോടി. പിന്നെ ഇനി ഒരു കാരണവശാലും ഇതിന് ഒരു കേസും പറ്റില്ല, ഒരു കണക്കും പറ്റില്ല, ഇതൊന്നും പുറത്തേക്ക് പറ്റില്ല. എന്താ കാര്യമെന്ന് അറിയോ? അതെന്താ കാര്യമെന്ന് അറിയോ? അതെന്താ അത് പറഞ്ഞുതരാം. ഇന്ത്യയുടെ നിയമപ്രകാരം നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരാള് ചെലവായി കാണിക്കാൻ പറ്റുന്നത് 40 ലക്ഷം രൂപയാണ്. ആകെ ചെലവ് 40 ലക്ഷത്തിൽ 1 രൂപ കാണിച്ചാൽ നിങ്ങൾ ജയിച്ചാൽ പോലും നിങ്ങളുടെ അയോഗ്യത വരും. ലോക്സഭയിലേക്ക് 90 ലക്ഷം രൂപയാണ്. 90 ലക്ഷം രൂപ. 90 ലക്ഷത്തിൽ 1 രൂപ പോലും കാണിക്കാൻ പാടില്ല. എല്ലാവരും എന്താ ചെയ്യണമെന്ന് അറിയാം? ഒരു 60-65 ലക്ഷം രൂപ കാണിക്കും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നവർ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് പറയും അങ്ങനെ പറ്റില്ല കേട്ടോ, മറ്റേ കണക്ക് കൂട്ടിയിട്ടില്ല, ഈ കണക്ക് കൂട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു കണക്കുണ്ട്. അവർ കുറേ വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ അവരുടെ കണക്കിൽ ഇത് കൂട്ടണമെന്ന് പറയും. അപ്പോൾ ഒരു 5-8 ലക്ഷം രൂപ കൂടി കൂട്ടുമ്പോൾ ഒരു 70 ലക്ഷം രൂപക്ക് സമ്മതി കബൂലായി. അതേസമയം നമ്മളൊരു 85 ലക്ഷത്തിന് കണക്കുമായിട്ട് എന്നാൽ പിന്നെ അവർ കൂട്ടാൻ പറയുമ്പോൾ പ്രശ്നം. അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള കണക്കുകൾ. ഇനി ഞാൻ താങ്കളോട് ഒരു രഹസ്യം കൂടി വെളിപ്പെടുത്തിയ കഴിഞ്ഞ ലോക്സഭയിൽ കഴിഞ്ഞ ലോക്സഭയിൽ അതിന് മുമ്പത്തെ കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു? ഞാനൊരു സ്ഥാനാർത്ഥിയുടെ കുറേ കാര്യങ്ങളൊക്കെ 2-3 സ്ഥാനാർത്ഥികൾ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാനൊരു കളക്ടറേറ്റിലുണ്ടായിരുന്നു. ആ കളക്ടറേറ്റിൽ എങ്ങനെയാണ് ഈ കണക്കുകളൊക്കെ വന്നിരുന്നത്. അപ്പോൾ കണക്ക് കൃത്യമായിട്ട് എനിക്കിപ്പോൾ ഓരോരുത്തരുടെയും കണക്കറിയാം. വേണമെങ്കിൽ ഇപ്പോൾ ആ ജില്ലയിൽ മത്സരിച്ചിട്ടുള്ള 3 സ്ഥാനാർത്ഥികൾ ഓരോരുത്തരുടെ കണക്ക് എനിക്കറിയാം. അപ്പം അത് ഞാൻ പറയുന്നില്ല. ഇത് പക്ഷെ പബ്ലിക്കലി അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ എടുത്തു നോക്കിയാൽ രേഖയായിട്ട് എന്ത് ചെയ്യും? കിട്ടും. പക്ഷെ അത് നമ്മൾ ഞെട്ടിക്കും. ഇവത്തെ പിന്നെ അങ്ങനെ കണക്ക് കൊടുക്കാൻ പാടില്ല. ഇത് തുറന്നും പറഞ്ഞിട്ടുണ്ട്. AB വാജ്പേയി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യമേ തന്നെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത്. MLA ആയിട്ടോ MP ആയിട്ടോ പ്രവർത്തനം തുടങ്ങുന്നത് കള്ളം വലിയ. അപ്പൊ അതുകൊണ്ട് ആ കള്ളത്തിന്റെ ഭാഗമാണ് ഇതല്ല. അതുകൊണ്ട് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മോഷ്ടിക്കാൻ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എങ്ങനെ വേണേലും മോഷ്ടിക്കാം. പിന്നെ അവർക്ക് വലിയ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇപ്പൊ കർണാടകത്തിലേക്കാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഫണ്ടാണ് ചെലവഴിക്കണം. ഓരോരുത്തരെ തുട്ട് കടലാസുകളിൽ എഴുതിയിട്ടാണ് ഫണ്ട് ചെലവഴിക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊന്നും പിടിക്കാൻ പോകുന്നില്ല, അതൊന്നും ചെയ്യാനും പോകുന്നില്ല. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും ഈ പറഞ്ഞ പോലെ മത്സരിച്ചിട്ടുള്ള അഭിനേത്രികൾക്കും എല്ലാവർക്കും നല്ലത്. ഇനി അഭിനേത്രികളുടെ കാര്യം പറഞ്ഞ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ AMMയിൽ കാശ് കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ടല്ലോ. അത് നമ്മൾ ശ്വേതാ മേനോനിലേക്ക് കാര്യം പോയപ്പോൾ ഈ വേറൊരു കാര്യം കൂടി പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഈ BJPയുടെ ഏതാണ് PR ടീം എന്നുള്ളത് അറിയാമല്ലോ നമുക്ക്. ആ ടീമിന്റെ തലപ്പത്തിരിക്കുന്നത് ഈ പറയുന്ന ശ്വേതാ മേനോന്റെ ഭർത്താവ് ശ്രീവത്സൻ മേനോനായിരുന്നു എന്നുള്ളൊരു സാധനം കൂടി ഇപ്പൊ പുറത്ത് വരുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ മാത്രമല്ല, ഇത് ശ്വേത ഇതിന്റെ പുറത്ത് കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, മറ്റ് ചില നടന്മാർക്കൊക്കെ ഇതിനകത്ത് വലിയ റോളുകൾ ഉണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇത് പതുക്കെ പുറത്തേക്ക് വരും. ഇതിനകത്തുള്ള പ്രശ്നം BJPക്ക് പറ്റിയതാന്ന് വെച്ചാൽ, ഈ BJPക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം എന്ത് പുറത്ത് പറയേണ്ടത്, എന്ത് പുറത്ത് പറയണമെന്ന്. പക്ഷെ മറ്റവരെ സംബന്ധിച്ച് അതല്ല. അവരൊരു കലവിലെ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പിന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജനത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഉള്ള ആളുകളാണ് ഇവരെല്ലാം. BJPയുടെ രാഷ്ട്രീയം എന്താണ്, CPMന്റെ രാഷ്ട്രീയം എന്താണ്, കേരള ജനത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ അറിയുന്നവരാണോ ഈ മത്സരിച്ചവരിൽ പല ആളുകളൊക്കെ തന്നെ? ഇതിൽ ഏറ്റുമാനൂരിന്ന് മത്സരിച്ചൊരു പെങ്കുച്ച, പാവം പെങ്കുച്ച. ആ പെങ്കുച്ചി ശരിക്കും പറഞ്ഞാൽ പറയും, ഞാനൊക്കെ കളിയാക്കിയിട്ടുണ്ട്. ആ പെങ്കുച്ചി പറയുന്നത്
എല്ലാവരും പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടില്ല. പക്ഷെ എന്നിട്ടാണ് പുള്ളിക്കാർ നോർത്ത് ഇന്ത്യയേക്കാൾ മെച്ചമാണ് ഇവിടെ എന്നുള്ളത്. അപ്പം നോർത്ത് ഇന്ത്യ വളരെ മെച്ചമാണ്, ഗുജറാത്ത് സൂപ്പറാണെന്നൊക്കെ എന്ത് ചെയ്തു. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. പിന്നെ എല്ലാവരും എന്നെ ട്രോളുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ അത്ര കുഴപ്പമുള്ള അവിടെ എന്നൊക്കെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്. ആ കുട്ടി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ അതൊക്കെ ഞാൻ പറയണത് വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളെ പിടിച്ച് എന്തിനു നിർത്തി എന്നുള്ളതൊക്കെ വലിയ ചോദ്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ തലതൊട്ടന്മാരുണ്ടാവുമല്ലോ, കാശ് വരാൻ അറിയാവുന്ന തലതൊട്ടപ്പന്മാരും കാണുമല്ലോ, നന്നായിട്ട് ഉണ്ടാവുമല്ലോ. അല്ല അതൊക്കെ തീർച്ചയായിട്ടും ഇതിന്റെ അകത്തുള്ള ഏറ്റവും മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശാണ്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊരു 50 കോടി 60 കോടി 70 കോടിയിലേക്കൊക്കെ എത്തും. അതായത് ഏതാണ്ട് ഇവിടെ മുടക്കിയിട്ടുള്ളതിന്റെ ഒരു 1/4 കോടിക്കൊന്നും ഇലക്ഷനിൽ വലിയ വിലയില്ല. താങ്കൾക്ക് ഇനി അടുത്ത റിപ്പോർട്ടൊക്കെ ഞാൻ പറയാത്തതാണ്, താങ്കൾ ഇവിടെ തലയിറങ്ങി വിടുന്നത്. മഹാരാഷ്ട്ര ഇലക്ഷനിൽ മാത്രം 1 ലക്ഷം കോടിയാണ് ചെലവായത് ഇലക്ഷൻ പ്രചരണത്തിൽ. 1 ലക്ഷം കോടി മഹാരാഷ്ട്ര സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം വിവിധ പാർട്ടികൾ കൂടി ചെലവാക്കിയത്. വലിയ എമൗണ്ടുകളാണ് ഇതിന് ചെലവാക്കുന്നത്. അതിന് അത്രത്തോളം പണിയുമുണ്ട്. കാരണം ഇത്രയും ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന വലിയ എഫേർട്ടാണ് ഉള്ളത്, നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഇവിടെ തന്നെ കനകൂലുവിന് 50 കോടി രൂപ കൊടുത്തു അതിൽ. അപ്പം അതുപോലെ അഡ്വൈസ് ചെയ്യുകയും അതുപോലെ അയാൾ മറ്റേ സബ്ബായിട്ട് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ്. അപ്പം ഇത് അങ്ങനെ ഒരു രംഗമാണ്. ഇത് ജനത്തിന് അത്രത്തോളം ബാധകമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ കാശ് കൃത്യമായി ഇത് മേടിക്കുമ്പോൾ അവർ വളരെ ഗംഭീരമായിട്ടാണ് ഇത് ഡീൽ ചെയ്യുക. ഒരു കാരണവശാലും ഇത് അക്കൗണ്ട് വഴിയൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം കണക്ക് ഇത്രേ കൊടുക്കാൻ ഉള്ളൂ. പിന്നെ ഇത് കേട്ടിട്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരാൾക്ക് ഞെട്ടലുണ്ടാവില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇതുപോലെയൊക്കെ തന്നെ മേടിച്ച കാശാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യപ്പെടും, സെറ്റിൽ ചെയ്യപ്പെടും. ഇവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകളെ എടുത്ത് പുറത്ത് നിർത്തുകയും അവർക്കെതിരെ നടപടി എടുക്കുകയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ താങ്കളെ ഇവിടെ നിന്ന് ക്രൈമിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ താങ്കൾ 25 കോടി എടുത്തിട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ പിന്നെ 25 കോടി കൊണ്ട് സുഖമായിട്ട് ജീവിച്ചോളൂ, അല്ലാതെ ഇവിടെ നിന്ന് വഴി എടുത്തിട്ട് കിട്ടും. ഇല്ല മനസ്സിലായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ 25 കോടിക്ക് എടുത്തിട്ട് താങ്കളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവിടെ ക്യാമറയും അതുപോലെ എഡിറ്റർമാരും ഒക്കെ പറയും ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ മുക്കോളാന്ന് പറയും, 5 മതി എന്ന് പറയും. മനസ്സിലായി. അല്ലാതെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് വിഷമം ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ പാർട്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടി കിട്ടുമോ പുറത്ത് ഇത് കിട്ടുമോ. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നമില്ല. മനസ്സിലായ. ഇനി നമ്മുടെ നാട്ടുകാർക്കും പ്രശ്നമില്ല. ഇപ്പം എന്താ കാര്യം, താങ്കൾ ഇനിയിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചിട്ടാണെങ്കിൽ താങ്കളുടെ കയ്യിൽ ഒരു 5 കോടി 10 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്ട് ആയിരിക്കും ഉണ്ടാവും. അല്ലേ? താങ്കൾ നാളെ ഒരു BMW കാറിൽ 1.5 കോടി രൂപയുടെ X6 വന്ന് ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ എന്തുണ്ട് സുഖമാണെന്നൊക്കെ ചോദിച്ചാൽ ആളുകൾ എന്ത് ചെയ്യും, ഉമ്മ അറിയിപ്പോയിട്ടാ സംഭവം എന്ത് ചെയ്യുന്നു മനസ്സിലായി. അല്ലെ പരിപാടി മാലി പറഞ്ഞിട്ടുണ്ട് പുള്ളി മറ്റേ ഫോർച്യൂണർ എടുത്ത് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാർക്ക് ഒരു പ്രത്യേക ബഹുമാനം വരുന്നുണ്ട്. കാരണം കാണുമ്പോൾ തന്നെ ഒരു ഗംഭീര വണ്ടിയല്ല. അപ്പൊ അതുപോലെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. സത്യത്തിൽ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയത്തിന്റെ ഏക്കും പൂക്കും ഒന്നും അറിയാത്ത ആളുകൾ ഇതിനകത്തേക്ക് ചാടി വീണ് എന്തിനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു മാസം മുഴുവൻ ഒരു കണ്ടിന്യൂസ്ലി നടക്കണം, ഇതിന്റെ പുറകെ നടക്കണം, ഇതെല്ലാം ചെയ്യണം. ഓടണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തും ചെയ്യണം, ഈ ചീത്ത മുഴുവൻ ചെയ്യണം. അപ്പൊ എന്തിനായിരിക്കും? വളരെ ലളിതമായി, ഞാനത് പറയുന്നില്ല, ലളിതമായി ആലോചിച്ചാൽ താഴെയുള്ളവർ കമന്റ് ചെയ്താൽ, ബുദ്ധിയുള്ളവർ കമന്റ് ചെയ്താൽ, ഫസ്റ്റ് പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല, ഇവിടെ കമന്റ് ചെയ്താൽ അവരെന്ത് ചെയ്യും, കമന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും.